പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലെസ്ഡ് വെർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വക്കബി. നമ്മുടെ ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ സർദാന എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ബസിലിക്കയുണ്ട്. ആ ബസിലിക്കയുടെ പേരാണ് അവർ ലേഡി ഓഫ് ഗ്രേസ്. അത്ഭുതമാണ് അതിൻ്റെ കഥ. ഉത്തർപ്രദേശിൽ ഇങ്ങനെ ഒരു ബസിലിക്ക ഉണ്ടെന്നത് തീർത്തും അത്ഭുതമാണ്. 150 വർഷത്തിൻ്റെ മുകളിൽ പഴക്കം. 1781 പണിയപ്പെട്ട പള്ളിയാണത്. പിന്നീട് ബസിലിക്കയായിട്ട് ഉയർത്തപ്പെട്ടു. അതിൻ്റെ ചരിത്രം ഇങ്ങനെയാണ്. അത് പണിതത് ഇന്ത്യയിലെ ഏക കത്തോലിക്കായിട്ടുള്ള ഒരു രാജ്ഞിയാണ് ഇത് പണിതത്. അവരുടെ യഥാർത്ഥ പേര് ഫർസാന എന്നാണ്. ബീഗം സാമ്രു എന്ന് എല്ലാവരും അവരെ വിളിക്കും. അവരുടെ പിതാവിൻ്റെ പേര് അലിഖാൻ എന്നാണ്. 1700 അതിനവസാനത്തോടു കൂടിയാണ് ഈ വ്യക്തി ജീവിച്ചിരുന്നത്. അപ്പോൾ വളരെ ധീരയായ വനിതയായിരുന്നു. അപ്പോൾ ഇവർ ചെയ്തിരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ടീനേജ് ആയിരുന്ന സമയത്ത് ഇവർ ഒരു വാൾട്ടർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ വിവാഹം കഴിച്ചു. അദ്ദേഹം യൂറോപ്യൻകാരനാണ്. പിന്നീട് ഇവരുടെ 40ാമത്തെ വയസ്സിൽ ഈ ബീഗം സാമ്രു മാമോദിസ സ്വീകരിച്ച് ജോവാൻ ഓഫ് ആർക്കിൻ്റെ പേര് സ്വീകരിച്ചു. ജോവാന നോബിലിസ് സോംബ്രെ എന്ന പേര് സ്വീകരിച്ചു. 1781 4 ലക്ഷം രൂപയ്ക്ക് ഇവർ ഒരു പള്ളി പണിതു. അതിമനോഹരമായ പള്ളി. അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു ഇത് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മോഡൽ വേണം. പക്ഷേ ആ മോഡൽ ആയില്ലെങ്കിലും അതിന് വേണ്ടിയിട്ട് അവർ ഇറ്റാലിയൻ ആർക്കിടെക്റ്റിനെയാണ് അവർ നിയമിച്ചിരുന്നത്. അപ്പോൾ ഇറ്റാലിയൻ ആർക്കിടെക്റ്റ് ഡോമൊക്കെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മോഡൽ പണിതു. അതിമനോഹരമായ പള്ളിയാണ്. എന്നിട്ട് അവരുടെ സ്റ്റാച്യൂസ് ഇന്നും ആ പള്ളിയിലുണ്ട്. അപ്പം ഭർത്താവ് നേരത്തെ മരിച്ചുപോയി. അങ്ങനെ ഇവർ ആ പള്ളി പണിതിട്ട് 4 ലക്ഷം രൂപയ്ക്കാണ്. അന്നത്തെ 4 ലക്ഷം ആലോചിച്ച് നോക്കി എത്ര ഉണ്ടാവും. എന്നിട്ട് ഇവർ ഗ്രിഗറി 16ാമൻ പാർപ്പാപ്പയ്ക്ക് ഇവരൊരു കത്തെഴുതി. ഇവർ പറഞ്ഞത് ഇപ്രകാരമാണ്: എത്രയും വേഗം ഒരു ബിഷപ്പിനെ ഇവിടെ അയച്ചു കിട്ടണം, ഒരു ബിഷപ്പിനെ ഇവിടെ വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ബിഷപ്പിനെ അയച്ചു. ബിഷപ്പിൻ്റെ പേര് ജൂലിയസ് എന്നാണ്. എന്നിട്ട് ആ പള്ളി പ്രവർത്തനം ആരംഭിക്കാൻ തുടങ്ങി. പിന്നീട് നമ്മുടെ വിശുദ്ധ ജോൺ 23ാമൻ പാപ്പ ഈ പള്ളിയെ ബസിലിക്കയായിട്ട് ഉയർത്തി 1830കളിൽ. അപ്പോൾ ആ സമയത്ത് ഇവരെ ജീവിച്ചിരുന്ന സമയത്ത് ഇവരെ അഭിനന്ദിച്ചുകൊണ്ട് നമ്മുടെ പോപ്പ് ഗ്രിഗറി 16ാമൻ പാപ്പ ഒരു ലെറ്റർ എഴുതി. അത് ഈ പള്ളിയെ വർണ്ണിച്ചുകൊണ്ടായിരുന്നു. അതായത് ഇന്ത്യയിലെ തന്നെ ഫൈനസ്റ്റ് ആയിട്ടുള്ളതും മനോഹരമായ സ്റ്റാച്യൂസ് ഉള്ളതും നല്ല അൾത്താരൊക്കെയുള്ള പള്ളിയാണെന്ന് പറഞ്ഞ് ഇവരെ അഭിനന്ദിച്ചുകൊണ്ട് ഗ്രിഗറി 16ാമൻ പാപ്പ ഒരു കത്തെഴുതി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിലെ ഏക കാത്തലിക് ക്വീനാണ്. അവർ ആ ഒരൊറ്റൊരു വ്യക്തിയെ ഒരു പള്ളി പണിതു. അത് ബസിലിക്കയായി 150 വർഷം കഴിഞ്ഞ് ഇന്ന് നിലനിൽക്കുകയാണ്. അപ്പോൾ നമുക്കറിയത്തില്ല ഇന്ത്യയിലെ അവസാനത്തെ കാത്തലിക് ക്വീനാണോ എന്നുള്ളത്. അപ്പോൾ അത് വലിയൊരു അത്ഭുതം തന്നെയാണത്. ഞാൻ ഈ അടുത്താണ് ഈ ഒരു സംഭവം അറിഞ്ഞത്. അപ്പം ഇത്തരത്തിലുള്ള അത്ഭുതങ്ങൾ ദൈവം ഇനിയും മറ്റു മനുഷ്യരിലൂടെ പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിവാഹ ക്രിസ്തവരാണ്.